A+2 സ്വാഗതം. ജൂൺ 4 നമ്മൾ ഓരോ ഇന്ത്യക്കാരനും അറിയേണ്ടതായ ഒരു പ്രധാന വിധി വരുന്നുണ്ട്. നമ്മുടെ രാജ്യം ഇനി ആര് ഭരിക്കണം? അടുത്ത 5 വർഷം ഈ രാജ്യത്തിൻ്റെ അധികാരം ഈ രാജ്യത്തെ മഹാഭൂരിപക്ഷം ജനങ്ങളും ആരെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് ജൂൺ 4 റിസൾട്ട് വരുമ്പോൾ അറിയാം. പക്ഷേ ഇന്നത്തെ എപ്പിസോഡ് നമ്മുടെ ഈ രാജ്യത്തെ റിസൾട്ട് ജൂൺ 4 വരുമെങ്കിലും ഒരു മാസം മുമ്പേ തന്നെ ഒരു രാഷ്ട്രീയ കക്ഷി അതിനു വേണ്ടി സത്യപ്രതിജ്ഞ ചെയ്യുന്നതിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരുന്നു എന്നുള്ള വാർത്തകളാണ്. ഒരു മാസം മുമ്പേ തുടങ്ങിയതാണ്. അതായത് ഇനിയും തുടർ ഭരണം തങ്ങൾക്ക് തന്നെ കിട്ടും എന്ന് ഏകദേശം പൂർണ്ണ ബോധ്യമുള്ളതുകൊണ്ട് തന്നെ BJP അതിനു വേണ്ടിയുള്ള അണിയറ ഒരുക്കങ്ങൾ നടത്തി കഴിഞ്ഞിരിക്കുന്നു. ജൂൺ 4 വിധി വരുമെങ്കിലും 9-ാം തീയതിയോ 10-ാം തീയതിയോ മിക്കവാറും 9-ാം തീയതി തന്നെ ആയിരിക്കും സത്യപ്രതിജ്ഞ ചടങ്ങ് നടത്തേണ്ടത് എന്ന് BJP തീരുമാനം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം 9-ാം തീയതി തന്നെ ആയിരിക്കാനാണ് സാധ്യത. അതിനുള്ള സ്ഥലവും തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഇന്ത്യ ഗേറ്റിനടുക്കലുള്ള കർത്തവ്യ പഥിൽ വെച്ചിട്ടാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുക എന്നുള്ളതാണ്. ഒരു മാസമായി സത്യപ്രതിജ്ഞാ ചടങ്ങിനുള്ള ഒരുക്കങ്ങളെല്ലാം ഏകദേശമൊക്കെ BJP നേതൃത്വം നടത്തി കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ശരിക്കു പറഞ്ഞാൽ 24-ാം തീയതി ഈ ദൂരദർശൻ്റെയും ഓൾ ഇന്ത്യ റേഡിയോയുടെയും ഉദ്യോഗസ്ഥരുടെ ഒരു യോഗം വിളിച്ചിരുന്നു. ആ യോഗത്തിൽ എങ്ങനെയൊക്കെയാണ് തെരഞ്ഞെടുപ്പ് ഫലത്തെ തുടർന്ന് നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങ് ഷൂട്ട് ചെയ്യേണ്ടത്, ഇല്ലെങ്കിൽ അത് എങ്ങനെയൊക്കെ പ്രക്ഷേപണം ചെയ്യണം എന്നതിനെ സംബന്ധിച്ച് ഒരു ചർച്ച നടത്താനായിരുന്നു ഈ യോഗം വിളിച്ചത്. ആ യോഗ വിവരങ്ങൾ ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് വേണ്ടി ലൈവായി സത്യപ്രതിജ്ഞാ ചടങ്ങ് ഷൂട്ട് ചെയ്യുന്നതിന് 100-ൽ പരം ക്യാമറകളെയും ഇപ്പോൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞു. തയ്യാറെടുപ്പുകളും നടന്ന് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുമ്പോൾ തന്നെ അതിൻ്റെ ബാക്കിൽ, അതായത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും ഒരു വീഡിയോ കാണാൻ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നവർക്ക് അവസരം കൊടുക്കത്തക്ക രീതിയിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ആ വീഡിയോയിൽ ഈ സർക്കാരിൻ്റെ മോദി ഗവൺമെൻറ്റിൻ്റെ മുൻകാല നേട്ടങ്ങളും ഇനി അടുത്ത 5 കൊല്ലം കൊണ്ട് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന നേട്ടങ്ങളും കാണിക്കുന്നതായിരിക്കും ആ വീഡിയോ. ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ഈ വീഡിയോ അവിടെ പ്രദർശിപ്പിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. മുന്നൊരുക്കങ്ങളെല്ലാം ഏകദേശം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു എന്ന് BJP നേതൃത്വം അവകാശപ്പെടുന്നു എന്നുള്ളതാണ്. അന്ന് നടത്തുന്നതിന് മറ്റൊരു ഉദ്ദേശം കൂടിയുണ്ട്. ഈ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ കാണിക്കുന്ന ചില സൂചനകൾ ജൂൺ 13, 14 തീയതികളിൽ G7 യോഗം നടക്കുന്നുണ്ട്. ഇറ്റലിയിലാണ് യോഗം നടക്കുന്നത്. അതിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി പ്രധാനമന്ത്രി മോദിക്ക് പോകേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇതിന് മുന്നോടിയായിട്ട് തന്നെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടത്താൻ ഉദ്ദേശിക്കുന്നു എന്നുള്ളതും കൂടിയാണ്. അപ്പോൾ ഇറ്റലിയിലേക്ക് പോകുന്നത് പ്രധാനമന്ത്രി മോദി തന്നെയാണെന്നും അടിവരയിട്ട് പറയുന്നു. അപ്പോൾ BJP അധികാരത്തിൽ വന്നാൽ അടുത്ത പ്രധാനമന്ത്രി ആരാണ് എന്നുള്ള കാര്യത്തിൽ ഇനി ആർക്കും സംശയം വേണ്ടതില്ല. അത് ശ്രീ മോദി തന്നെ ആണ്, നരേന്ദ്രമോദി തന്നെ ആയിരിക്കും എന്നുള്ളതാണ് BJP നേതൃത്വം ഇതിനകം തീരുമാനിച്ച് കഴിഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. കഴിഞ്ഞ 2014 ഇത് റിസൾട്ട് പ്രഖ്യാപിച്ചത് മെയ് 16-നായിരുന്നു. സത്യപ്രതിജ്ഞാ ചടങ്ങ് നടന്നത് മെയ് 26-നുമായിരുന്നു. 2019 ഈ സർക്കാരിൻ്റെ ഈ തുടക്കം 2019 റിസൾട്ട് വന്നത് മെയ് 23-നും സത്യപ്രതിജ്ഞ നടന്നത് മെയ് 30-നും ആയിരുന്നു. ഇത് മുമ്പ് നടന്നതാണ്. ഇപ്പോൾ വരുന്ന വാർത്തകൾ വെച്ച് നോക്കിയാൽ ജൂൺ 9-ന് തന്നെ സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കും എന്നുള്ളതാണ്. ആര് ജയിക്കും എന്നുള്ള വാർത്തയൊന്നും ശരിയായ രീതിയിൽ പുറത്ത് വന്നിട്ടില്ല. എക്സിറ്റ് പോൾ നമുക്കിപ്പോൾ 2 ദിവസത്തിനകം അറിയാൻ കഴിയും. അത് അറിഞ്ഞാലും ഇല്ലെങ്കിലും ഏകദേശം BJP നേതൃത്വം തീർച്ചപ്പെടുത്തിയിരിക്കുന്നത് BJP തന്നെ അധികാരത്തിൽ വരും, തുടർച്ചയായി
മൂന്നാം തവണയും മോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയി അവരോധിക്കപ്പെടും എന്ന് തന്നെയാണ്. നമുക്കെന്തായാലും ഈ വിവരം നിങ്ങളെ ധരിപ്പിക്കുക എന്നുള്ളത് ഏകദേശം BJPയുടെ ഒരു തീർച്ചപ്പെടുത്തൽ നിങ്ങളെ അറിയിക്കുക എന്നുള്ളതാണ്. നമുക്കെന്തായാലും ജൂൺ 4-ന് ഇതിൻ്റെ BJPയുടെ പ്രതീക്ഷകളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു തീർച്ചപ്പെടുത്തൽ ജനങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ള തീർച്ചപ്പെടുത്തൽ നമുക്ക് അറിയാൻ കഴിയും. ഈ വാർത്ത അവതരിപ്പിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ആര് ഇന്ത്യ ഭരിക്കും എന്നുള്ളതിനെ സംബന്ധിച്ചിട്ടുള്ള നിഗമനമൊന്നും ഞങ്ങൾ നടത്തുന്നില്ല. എന്തായാലും ഇതാണ് ഇപ്പോൾ പൊതുവേ ഉള്ള BJP നേതൃത്വത്തിൻ്റെ ധാരണ എന്നുള്ളത് നിങ്ങളെ അറിയിക്കുകയും അത് അടയാളപ്പെടുത്തുകയും ചെയ്യുന്നു എന്നുള്ളത് മാത്രമാണ്. ഇത്തരം രാഷ്ട്രീയ നിഗമനങ്ങൾ തുടർന്നും ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നൽകുക എന്നുള്ളതും ഈ ചാനൽ ഏറ്റെടുക്കുന്നു. നന്ദി.